ആലിക്കുട്ടി ഉസ്താദിന്റെ മഹത്വം പറയും. പക്ഷേ ആലിക്കുട്ടി ഉസ്താദിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ പ്രയാസമാണ്, അല്ലേ? ആലിക്കുട്ടി ഉസ്താദിന്റെ വഴിയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്താണ് ഏറ്റവും വലിയ ഫിത്നകൾ രൂക്ഷമായത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എടുത്ത പല തീരുമാനങ്ങൾ, ചില നയങ്ങൾ, ചില നിലപാടുകൾ, അതിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് തെറിച്ചുപോയി പല ആളുകളും തെറിക്കാൻ വേണ്ടി ഒരു കാലപ്പുറയും ഒരു കാലിപ്പുറയും വെച്ച് നിൽക്കുകയാണ്. ഒരു തള്ളുകൊടുത്താൽ മതിയാണ് പോവാൻ. ആ രീതിയിലാണ് പലരും നിൽക്കുന്നത്. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ തൗഫീഖാണ്. എന്താണ് അവരെ പ്രകോപിപ്പിച്ചത്? സമസ്തയോട് പിണങ്ങി നിൽക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? എന്താണ്? സമസ്തയുടെ നേതാക്കൾ എടുത്ത ചില തീരുമാനങ്ങൾ നമുക്കെതിരായി എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരു മുഅ്മിൻ എന്താണ് ചെയ്യേണ്ടത്? പരലോകത്തിൽ വിശ്വസിക്കുന്നവൻ ചെയ്യേണ്ടത് എന്താണ്? എനിക്കെന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്റെ മശായിഖന്മാർ, എന്റെ ഉസ്താദുമാർ, എന്റെ നേതാക്കൾ, ഉമറാക്കൾ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അവര് പറഞ്ഞ രൂപത്തിൽ തിരുത്തി നേരെയാവാനല്ലേ ശ്രമിക്കേണ്ടത്. അതിന് പകരം അവരെ ചോദ്യം ചെയ്യുകയും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യലല്ല. അത് പിഴച്ചു പോകുന്നവന്റെ ലക്ഷണം. സുമ്മസ്തഖാമു എന്ന് പറഞ്ഞാൽ ആ വഴിയല്ല. ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എടുത്ത ഒരുപാട് തീരുമാനങ്ങളില്ലേ, ഞാനതൊന്നും വിശദമായി പറയുന്നില്ല. CIC-യുമായി ബന്ധപ്പെട്ട് സമസ്തയെടുത്ത തീരുമാനങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള മുശാവറയുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനമാണത്. അതുപോലെ എന്തൊക്കെ നിലപാടുകൾ സമസ്തയുടെ നേതൃത്വം ഈ അടുത്ത് എടുത്തിട്ടുണ്ടോ അവർ എടുത്ത തീരുമാനങ്ങൾ 100% ശരിയായിരുന്നു, അള്ളാഹുവിന്റെ റിളയിലുള്ള തീരുമാനമായിരുന്നു എന്നതിന്റെ സാക്ഷിയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ ജനാസയിലൂടെ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ആ മരണത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠതാണ്. ആ തീരുമാനം അള്ളാഹുവിന്റെ റിളയിലുള്ളതാണ്. നിങ്ങൾ ഭൗതികമായ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും, ലോജിക്കുകൾ വെച്ച് അളന്നു നോക്കിയാലും, നിങ്ങൾ അളന്നു നോക്കുന്ന ലോജിക്കിന്റെ കോണിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷേ അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പ്രസക്തി എന്തായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ മരണസമയത്ത് ഷഹാദത്തിന്റെ വാചകങ്ങൾ ഉച്ചരിച്ചു കൊണ്ടുപോയത്. പുഞ്ചിരിച്ചുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന മുഖഭാവത്തോടുകൂടെ ആ ജനാസ കിടന്നത്. ചിന്തിച്ചോ? തിരിച്ചു വരാനും ആലോചിക്കാനുമുള്ള അവസരമാണ്. അള്ളാഹു നൽകുന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ അല്ലേ എന്തൊക്കെ പരിഹാസങ്ങളാണ് നടത്തിയത്. ആലിക്കുട്ടി ഉസ്താദിന്റെ ഒരു ലെറ്ററിനെ ഇവിടെ ചോദ്യം ചെയ്തില്ലേ? ആലിക്കുട്ടി ഉസ്താദ് കൊടുത്ത ഒരു ലെറ്റർ, ആ ലെറ്ററിൽ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ സംശയത്തിന്റെ മുൾമുലയിൽ നിർത്തി സമൂഹത്തിന്റെ ഇടയിൽ ഭത്സിക്കാൻ ശ്രമം നടത്തി. പ്രതിഷേധിക്കണ്ട, നമ്മൾ പ്രതിരോധിക്കണ്ടേ? എന്നിട്ട് വേദനയോടുകൂടെ ഉസ്താദിന് രണ്ടാമതൊരു ലെറ്റർ എഴുതേണ്ടി വന്നു. ഞാൻ തന്നെയാണ് ആ ലെറ്റർ എഴുതിയത്. എന്റെ ഉസ്താദ് ആദ്യം ഒരു ലെറ്റർ എഴുതി അല്ലേ, ആ ലെറ്ററിനെ ഇവര് പരിഹസിച്ചു. ഇത് ഉസ്താദ് എഴുതിയതല്ല എന്ന് പറഞ്ഞു, ഉസ്താദിന്റെ പേരിൽ എഴുതിയതാന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് രണ്ടാമത് ലെറ്റർ എഴുതേണ്ടി വന്നു. എന്ത്? അത് ഞാൻ തന്നെയാണ് എഴുതിയത്. നമ്മൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ ഉസ്താദിനെ പരിഹസിച്ചു. വേദനയോടുകൂടിയാണ് രണ്ടാമത്തെ ലെറ്റർ ഉസ്താദ് പുറത്തു വിടുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു, എന്നെ സംശയത്തിലാക്കിയാൽ എനിക്ക് വേദന ഉണ്ടാവൂലേ? ഞാൻ എന്റെ പേരിൽ വേറെ ആരോ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചാൽ, ഞാൻ ഒരു പഴയ കാലത്തൊരു സംഭവം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ കാലം. കണ്ണിയത്ത് ഉസ്താദ് സമസ്തക്കെതിരെ കേസ് കൊടുത്ത ആളുകൾക്ക് വേണ്ടി ഒരു ദുആ നടത്തി അല്ലേ? അന്ന് ചില ആളുകൾ പറഞ്ഞു അത് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ച് പറഞ്ഞതാണ്, വേറുള്ള ആൾക്കാര് പറയിപ്പിച്ചിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞു. കോഴിക്കോട് വെച്ച് ഉസ്താദ് പറഞ്ഞപ്പോ അങ്ങനെ പിറ്റേത് മലപ്പുറത്ത് ഒരു പരിപാടിയിൽ ഉസ്താദിന് പറയേണ്ടി വന്നു. ഞാൻ ആ ദുആ ചെയ്ത് എന്നോട് വേറെ ആരോ പറഞ്ഞിട്ടാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിടക്കുന്നുണ്ട്. അത് ഞാൻ തന്നെ പറഞ്ഞതാണ്, എന്നാരും പറയിപ്പിച്ചതൊന്നും അല്ല എന്ന് ഉസ്താദിന് പറയേണ്ടി വന്നു. ആ മനുഷ്യന്റെ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാത്വികനായ ഒരു പണ്ഡിതൻ, ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പാലിച്ച് ജീവിച്ചൊരു പണ്ഡിതനെ സംശയത്തിൽ നിർത്തിയാൽ, ആ മനുഷ്യന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്താൽ ആ മനുഷ്യന്റെ ഹൃദയത്തിനുണ്ടാകുന്ന വേദന എന്താണ്? ആ വേദന അന്ന് അതിനെതിരെ ഘോരഘോരം പ്രഭാഷണം നടത്തിയ ആളുകൾ
ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി വേദനയോടെ ഉസ്താദിന് രണ്ടാമതൊരു ലെറ്റർ എഴുതേണ്ടി വന്നപ്പോ മൗനം പാലിച്ചിരിക്കുക. പ്രതികരിക്കണ്ടേ? നമ്മൾ പ്രതികരിക്കും. നമുക്ക് ആയാതി കുളിരൊന്നുമില്ലല്ലോ, നമ്മൾ പ്രതികരിക്കും. കണ്ണിയത്ത് ഉസ്താദിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത് തെറ്റാണെങ്കിൽ ആലിക്കുട്ടി ഉസ്താദിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതും തെറ്റാണെന്ന് പറയാനുള്ള ആർജവുണ്ടാകണം. അല്ലാത്തവൻ മുനാഫിഖല്ലേ, നിഫാഖല്ലേ, അത് കാപട്യമല്ലേ? എന്നിട്ട് ആലിക്കുട്ടി ഉസ്താദിനോട് സ്നേഹം അഭിനയിക്കുക, വഫാത്തിന് ശേഷം സ്നേഹം അഭിനയിക്കുക. സ്നേഹത്തിന്റെ നദികൾ ഒഴുകിയപ്പോ ജീവിതകാലത്ത് ആ മനുഷ്യനെ വിഷമിപ്പിച്ചവർ, അവരെടുത്ത തീരുമാനങ്ങൾക്ക് ചോദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്രോശം നടത്തിയവർ, ആലിക്കുട്ടി ഉസ്താദ് അടക്കം നേതൃത്വം നൽകുന്ന സുപ്രഭാതം ദിനപത്രത്തെ പൂട്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ഓരോ ജീവിതത്തിലെ ആയുസ്സിലെ സിംഹഭാഗവും ചെലവഴിച്ചത് എന്തിനാ? സമസ്തയുടെ മുഖപത്രം പൂട്ടിക്കാനാ. ആരായി മുഖപത്രം നടത്തുന്നത്? ആലിക്കുട്ടി ഉസ്താദിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം. ഞാനീ പറഞ്ഞത് ന്യായല്ലേ? അല്ല, ഞാനീ പറഞ്ഞത് ശരിയല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറയും. അതിനെതിരെ നമ്മൾ പ്രതികരിക്കും, അത് വേറെ വിഷയം. അത് ചോദ്യം ചെയ്യാൻ പാടും. എന്നിട്ട് വഫാത്തിന്റെ ശേഷം സ്നേഹം അഭിനയിക്കുക. വഫാത്തിന്റെ ശേഷം സ്നേഹം അഭിനയിക്കുക. ജനാസ കൊണ്ടുവരുമ്പോ അവിടെ യൂണിഫോം ധരിപ്പിച്ച് വിട്ടിട്ട് അവിടെ രംഗം കൈയടക്കാൻ ശ്രമിക്കുക, രാഷ്ട്രീയ കളികൾ കളിക്കുക. സന്നദ്ധ സേവാ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ആരും ഒന്നും സംസാരിക്കൂല. ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. ജനാസയുടെ കർമ്മങ്ങളിൽ രാഷ്ട്രീയ കളിയുടെ വേദിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറും എന്റെ വാട്സപ്പ് ഒക്കെ നിങ്ങൾ തുറന്നാൽ നിങ്ങൾ ബോധം കെട്ടു വീഴും. വന്ന തെറികള് ന്യായം പറഞ്ഞതിനല്ലേ? ഈ ആലിക്കുട്ടി ഉസ്താദിന്റെയും സമസ്തയുടെ നേതാക്കളുടെയും പ്രാർത്ഥനയാലും ആശീർവാദത്താലും വളർന്നു വന്ന SKSSFന്റെ സന്നദ്ധ സേവാ സംഘം വികായ പ്രവർത്തകർ, അവർക്ക് ജനാസയുടെ കർമ്മങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പഠനം നേടിയവരാണ് അവർ. മയ്യത്ത് കുളിപ്പിക്കാൻ വരെ അവർക്കറിയാം. ഒരു മനുഷ്യനെ കബറിൽ ഇറക്കുന്നത് വരെ. നമ്മളുടെ വികായക്കാർക്ക് ജനാസ നിസ്കാരത്തിന്റെയും കർമ്മങ്ങളിൽ സ്റ്റഡി ക്ലാസ് കൊടുത്ത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ദുബൈ SKSSFന്റെ വികായ വിങ്ങിന് ജനാസ കുളിപ്പിക്കലും ഞാനാണ് ക്ലാസ് എടുത്തത്. പ്രാക്ടിക്കലായിട്ട് ഒരു മയ്യത്താക്കിയ ഒരാളെ മുന്നിൽ വെച്ചിട്ട്, മയ്യത്തല്ല ഒരാളെ കിടത്തിയിട്ട്, ഓർമ്മല്ലേ നിങ്ങൾക്ക്? ഞാനാണ് അവർക്ക് ആ ക്ലാസ് കൊടുത്തത്. നമ്മളെ മറ്റേ താമരശ്ശേരിക്കാനുണ്ടല്ലോ ജനാസ, എന്താണ് പേര്, അഷ്റഫ് താമരശ്ശേരി SKSSFന്റെ നേതാക്കളോട് ഒരു അഭ്യർത്ഥന നടത്തി. എന്താ, ഇവിടെ ജനാസ കുളിപ്പിക്കാനും മറ്റുമൊക്കെ നമുക്ക് ആളുകളില്ല, അതുകൊണ്ട് നമുക്ക് ആളുകളെ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വികാന്റെ കുട്ടികളെ ഒന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക വിങ്ങനെ ഉണ്ടാക്കി. ഇന്നും UAE പല മേഖലകളിലും മരണപ്പെടുന്ന മലയാളികളും അല്ലാത്തവരുമായ പല ആളുകളെയും കുളിപ്പിക്കുന്ന ദുബൈയിലുള്ള SKSSFന്റെ വികായ വളണ്ടിയർമാരാ. അൽഹംദുലില്ലാ, അതിന്റെ ചെറിയൊരു കൂലി നിൽക്കുന്നുണ്ടാവും. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. കാരണം ഞാനാണ് അവർക്ക് ക്ലാസ് എടുത്തത്. അഭിമാനം പറയല്ല കേട്ടോ, തൗഫീഖാണ്. ഇതേ രൂപത്തിൽ നാട്ടിലുള്ള വികാന്റെ പ്രവർത്തകർക്ക് കൃത്യമായ പഠനം ലഭിച്ചിട്ടുണ്ട്. ഒരു ജനാസ കർമ്മത്തിൽ അവരവിടെ മുറുവത്തോടു കൂടിയാ വരുള്ളൂ. തലയിൽ തൊപ്പി ധരിച്ച്, കൃത്യമായി ഇസ്ലാമിക വേഷം ധരിച്ച്, ജനാസയോടുള്ള മുറുവത്ത് പാലിച്ച്, പരമാവധി അച്ചടക്കത്തോടു കൂടിയാണ് അവർ ആ കർമ്മം ചെയ്യുക. ഒരു പണ്ഡിതനാണ് കിടക്കുന്നത്. ഈ കേരളത്തിലും പുറത്തുമുള്ള, നിങ്ങൾ കർണാടകക്കാരാണ് അദ്ദേഹത്തിന് അനുസ്മരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള മനുഷ്യർ മുഴുവനും ആദരവോടുകൂടെ കാണുന്ന ഒരു മനുഷ്യനാണത്. അദ്ദേഹത്തോട് ആ ആദരവ് നിലനിർത്തി പെരുമാറി കൈകാര്യം ചെയ്യാൻ വികായയോളം പോകുന്ന ഒരു വിഭാഗം ഒന്നും കേരളത്തിലില്ല. എന്നിട്ട് അതിന്റെ ഇടയിൽ വേറെ രൂപത്തിൽ അവിടെ വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നാലോ? കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ SDP ഇല്ലേ സന്നദ്ധ സേവ പ്രവർത്തകർ? SDP പാട്ട് വന്നാൽ, മറ്റുള്ള പാർട്ടിക്കാർ വന്നാൽ ഇത് കേരളത്തിലൊരു ദുരന്തമായി മാറൂലേ? സന്നദ്ധ സേവാ പ്രവർത്തനം ആവശ്യമുള്ളവർക്ക് വേണം, നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ. പക്ഷേ സമസ്തയുടെ ഒരു നേതാവ് അങ്ങനെ കിടക്കുമ്പോ അവിടെ വികായയോളം പോകുന്ന വേറെ ആരുമില്ല. ഇത് ആവശ്യമില്ല, അനാവശ്യ. നിങ്ങൾക്ക് സ്നേഹം കൊണ്ടാണെങ്കിൽ യൂണിഫോമിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ വന്ന മനുഷ്യന്മാരൊക്കെ യൂണിഫോം ഇട്ടാ വന്നിരുന്നത്. എന്നിട്ട് ന്യായം പറഞ്ഞാൽ അതിനെതിരെ തെറിവിളികളുമായി പലരും രംഗത്ത് വരിക. നിങ്ങൾ എന്ത് തെറി വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, ആരും തെറി വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ന്യായം, അനീതി കണ്ടാൽ ശബ്ദിക്കുക തന്നെ ചെയ്യും. സമസ്തയുടെ ആലിമീങ്ങളുടെയും സമസ്തയുടെ രംഗങ്ങളും എല്ലാത്തിനും അതിനൊരു സ്വത്വബോധത്തോടുകൂടെ നേതാക്കൾക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയണം. ഇപ്പൊ സെക്രട്ടറിനെ തീരുമാനിക്കുക സോഷ്യൽ മീഡിയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ആരാ സെക്രട്ടറി തീരുമാനിക്കുന്നത്? സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ. ഓരോരുത്തരെ പേര് നിർദ്ദേശിക്കുക, ഇന്ന ആള് സെക്രട്ടറിയാണ്, ഇന്ന ആള് സെക്രട്ടറിയാണ്, ഇന്ന ആള് സെക്രട്ടറിയാണ്.
ഇവരെന്താ സമസ്തനെ മനസ്സിലാക്കിയത്? നമ്മളതല്ല. ആരാണ് സെക്രട്ടറി എന്ന് തീരുമാനിക്കുന്നവനല്ല സമസ്തക്കാരൻ. പിന്നെയോ സമസ്തയുടെ നേതൃത്വം കാലങ്ങളായി നമുക്ക് നിശ്ചയിച്ചു തരുന്ന നേതാക്കളെ സർവാത്മന പൂർണ്ണ മനസ്സോടുകൂടെ അംഗീകരിച്ച് അനുസരിച്ച് അവരെടുക്കുന്ന നയനിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും കാവലാളുകളായി പ്രവർത്തിക്കുക, അനുസരിക്കുക. ഇതാണ് ഒരു സമസ്തക്കാരന്റെ ബാധ്യത, അല്ലേ? അല്ലാതെ ഇവിടെ ആരാ സെക്രട്ടറി എന്ന് ഞാൻ തീരുമാനിക്കുക? അത് ഞാനാരാ? ഇന്ന സമസ്ത പുറത്താക്കിയതുമാണ്, എന്നിട്ട് ഞാൻ തീരുമാനിക്കുക. അതല്ല സമസ്തക്കാരൻ ചെയ്യേണ്ടത്. അതൊക്കെ വിഘടിത വിഭാഗങ്ങളാണ്. സമസ്തക്കാരൻ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് പകരമായി ശക്തനായ ഒരു നേതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, തെരഞ്ഞെടുത്ത് തരട്ടെ. സമസ്തയുടെ നേതൃത്വം അള്ളാഹുവിന്റെ ഇലാഹിയ ഒരു ഇസ്തിഫാ ആണ്, വിശ്വസിക്കുന്നവരാണ് പാവപ്പെട്ട സമസ്തക്കാർ. അപ്പോ ഇങ്ങനെ ഫിത്തനകൾ നടക്കുന്ന കാലം ആലിക്കുട്ടി ഉസ്താദിനോട് സ്നേഹമുണ്ടോ? ആലിക്കുട്ടി ഉസ്താദിന്റെ വഴി ക്ലിയർ ആയിരുന്നോ എന്ന് ഈ അന്ത്യ നിമിഷങ്ങളിലൂടെ ലോക സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. ആലിക്കുട്ടി ഉസ്താദിനെ കേട്ടവർക്കും കണ്ടവർക്കും അദ്ദേഹത്തെ ജീവിത വിശുദ്ധിയെ അറിയുന്നതാണ്. അദ്ദേഹം പോയ വഴി, ആ അവസാന സമയം ഹുസ്നുൽ ഖാത്തിമയുടെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയാണ്. അത് ആ മനുഷ്യന്റെ വഴി ശരിയാണെന്ന് അടയാളപ്പെടുത്തിയതാണ്. അതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ വഴിയിൽ നിൽക്കണം, ആ വഴിയിൽ മുന്നോട്ട് പോകണം. ഉസ്താദ് അടക്കമുള്ള മുശാവറയുടെ തീരുമാനങ്ങളും സമസ്തയുടെ നിലപാടുകളും അതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. ആലിക്കുട്ടി ഉസ്താദിനോടുള്ള ബഹുമാനമുള്ളവർ, സ്നേഹമുള്ളവർ ആ നിലക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഈ അനുസ്മരണ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഞാൻ അല്പം ഗൗരവത്തിൽ ചില വാക്കുകൾ പറഞ്ഞത് ഒരിക്കലും അനാദരവായി വിചാരിക്കണ്ട. ശക്തമായി പ്രതികരിക്കേണ്ടിടത്ത് ശക്തമായി പ്രതികരിച്ചേ പറ്റൂ. അവിടെ നമ്മൾ തണുത്തു നിന്നാൽ അതുകൊണ്ട് ഒരു പ്രതിഫലനവും ഉണ്ടാക്കുകയില്ല. ശക്തമായി പ്രതികരിക്കേണ്ടത് ശക്തമായി പ്രതികരിക്കണം. ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണ വേദിയിൽ ഞാൻ അല്പം ശക്തമായി സംസാരിക്കാനുണ്ടായ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ സമസ്തയുടെ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടതിൽ മനസ്സ് വേദനിച്ചു നിൽക്കുന്ന സുന്നി സമൂഹത്തിന്റെ ഇടനെഞ്ചിലേക്ക് ഫിത്നയുടെ നാമ്പുകളുമായി വിവിധ കോണുകളിൽ നിന്നും പല ആളുകളും പല രൂപത്തിലും പല ഫിത്നയുടെ അസ്ത്രങ്ങളും എഴുതിവിടുമ്പോൾ അതിലുള്ള മനസ്സിന്റെ വേപ്പത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അവസാനിപ്പിക്കട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ചവർ, പിന്നെ അവര് ഇസ്തിഖാമത്തോടുകൂടെ മുസ്തഖീമായ വഴിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ജീവിക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹു പറയാണ് മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരുന്നതാണ് സക്കറാത്തിന്റെ സമയം. എന്നിട്ടോ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കണ്ട, നിരാശപ്പെടണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യപ്പെട്ട, വാഗ്ദത്തം ചെയ്യപ്പെട്ട എല്ലാ സ്വർഗത്തിന്റെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിരുന്നു, നിങ്ങളുടെ അടുപ്പക്കാരായിരുന്നു എന്നതുപോലെ തന്നെ ആഖിറത്തിലും ഞങ്ങൾ നിങ്ങൾക്ക് കൂടെയുണ്ട്. ഞങ്ങൾ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ കുന്നാ മഅകും ഫിദ് ദുനിയാ, ദുനിയാവിൽ ഞങ്ങൾ നിങ്ങൾക്ക് കൂടെയുണ്ടായിരുന്നു. അതുപോലെ ലാ നുഫാരിഖുകും, നിങ്ങളുമായി ഞങ്ങൾ ഒരിക്കലും പിരിയൂല. ഹത്താ നുദ്ഖിലുകുമുൽ ജന്നാ, സ്വർഗത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നത് വരെ നിങ്ങളുമായി ഞങ്ങൾ പിരിയുകയില്ലെന്ന് മലക്കുകൾ പ്രഖ്യാപിക്കുമെന്ന്. ആ രൂപത്തിലാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ മരണപ്പെടേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾക്കതിന്റെ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ അഹ്ലുകാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ അഹ്ലുകാർക്ക്, ഞങ്ങളുടെ ഭാര്യമാരും മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ ഹുസ്നുൽ ഖാത്തിമത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ഖത്മുൽ ഖുർആൻ ഓതപ്പെട്ട മജ്ലിസാണിത്, ഖത്ം ദുആ നടന്ന മജ്ലിസാണിത്. ഇവിടെ വെച്ച് ജനാസ നിസ്കാരം നടന്നു, തഹ്ലീലുകൾ ചൊല്ലി. അല്ലാഹുവേ, ഇതെല്ലാം ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ.
ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, മഹാനവറുകളുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഖബറിനെ നൂറാക്കണേ അല്ലാ. ബർസഖിയായ എല്ലാ മശഖത്ത് മദറത്തിൽ നിന്നും ഉസ്താദിന് നീ സംരക്ഷണം നൽകണേ അല്ലാ. ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ അഹ്ലികാരിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് പലരും മൗത്തായി പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഉപ്പമാര്, ഉമ്മമാര്, ജ്യേഷ്ഠാനുജന്മാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഞങ്ങളുടെ പഠനകാലത്തും മറ്റും ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. റഹ്മാനെ, ഞങ്ങളുടെ പല മേഖലകളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരുമുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുണ്ട്, സാദാത്യങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ SKSF വിഖായയുടെ പ്രവർത്തകരും